എത്തിയോ? എവിടെ പോയിരുന്നു? ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. നന്ദനിപ്പോ വിളിച്ചിരുന്നു? നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല. അതെ, ഈ എൻഗേജ്മെന്റിന് ഡേറ്റ് എടുക്കുന്ന കാര്യം നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. അപ്പൊ നന്ദൻ ചോദിക്കുന്നത് അടുത്ത ഞായറാഴ്ച അതങ്ങ് ഫിക്സ് ചെയ്താലോന്നാ. ഞാൻ പറഞ്ഞു നിന്നോട് കൂടി ചോദിച്ചിട്ട് കൺഫേം പറയാമെന്ന്. ആർക്കും മറ്റു അസൗകര്യമൊന്നും ഇല്ലെങ്കിൽ അത് നടത്തുന്നതല്ലേ ബി പി നല്ലത്. അതെ അതെ, എന്നാലും എല്ലാവരോടും ഒന്ന് ആലോചിക്കണമല്ലോ. പിന്നെ ആരൊക്കെ വിളിക്കണം എന്നും തീരുമാനിക്കണം. ഇതൊരു ചടങ്ങായി നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതിനും വേണ്ടി ആളും വേണ്ട. എന്നാലും അങ്ങനെയല്ലല്ലോ അപ്പോ. നമ്മുടെ വീട്ടിൽ ആദ്യം നടക്കുന്ന ചടങ്ങല്ലേ. തന്നെയല്ല, ചെറിയ രീതിയിലാണെങ്കിലും നന്ദനും അതിലൊക്കെ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. എന്നുവെച്ച് നീ പേടിക്കുന്ന പോലെ ഇതൊരു വലിയ ചടങ്ങാക്കൊന്നുമില്ല. ഞാനും നീയും ഗീതയും പിന്നെ മുരളിയും ഫാമിലിയും ജോബിനും ഡേയ്സിയും, ഇത്രയൊക്കെ ഞാനും ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ അപ്പോ. ആ, അത് മതി. എന്റെ മനസ്സിലും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നന്ദൻ സാറിന് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിക്കട്ടെ. ചടങ്ങ് വീട്ടിൽ വെച്ച് വേണ്ട, ഏതെങ്കിലും ഹോട്ടലിലെ ഹാള് ബുക്ക് ചെയ്യാം. അതല്ലേ അപ്പോൾ നല്ലത്. എനിക്കതിൽ പ്രത്യേകിച്ച് കമന്റ്സ് ഒന്നും ഇല്ല ബി പി. എല്ലാം നന്ദൻ സാറും ബി പിയും കൂടി തീരുമാനിച്ചാൽ മതി. ഹോട്ടലാണ് നന്ദൻ സാറിന് സൗകര്യമായി തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ ഉറപ്പിച്ചു. ആ, അപ്പോ ഞായറാഴ്ച തന്നെ ഉറപ്പിക്കല്ലേ? അമ്മ കൂടി വരട്ടെ? മതി മതി, ഇതോട് കൂടി ചോദിച്ചിട്ടേ നമ്മൾ നന്ദനോട് ഓക്കെ പറയുന്നുള്ളൂ. അല്ല, നീ എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, കുറച്ച് അലഞ്ഞതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു തലവേദന. കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ? വേണ്ട ബി പി, ഞാനൊന്ന് കിടക്കട്ടെ. കുറച്ചു നേരം കിടന്നാൽ ശരിയാവും. അല്ല, നിശ്ചയത്തിന്റെ തീയതി ശേഖരൻ സാറ് വിളിച്ച് പറഞ്ഞോ സാറേ? ആ, അടുത്ത ഞായറാഴ്ച നല്ല ദിവസമാണെന്നാ ശേഖരമാമ പറയുന്നത്. അന്ന് 10-നും 11-നും ഇടയ്ക്ക് നല്ല മുഹൂർത്തമാണെന്ന് ഏത് ജോത്സ്യം പറഞ്ഞു അത്രേ. അയ്യോടി അമ്മച്ചിയെ, ഇന്ന് തിങ്കള്, അടുത്ത ഞായറാഴ്ച എന്ന് പറയുമ്പോ ഇനി കഷ്ടിച്ചൊരാഴ്ച. അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കണ്ടേ? ഓ, എന്താ ഇത്ര ഒരുങ്ങാനുള്ളത്? എന്റെ മുത്താരമ്മേ, നിങ്ങൾ എന്താ കരുതിയത്? നാടടച്ച് വിളിച്ചും 4 കൂട്ടം പായസവും കൂട്ടിയുള്ള സദ്യയ്ക്ക് ഉണ്ടാവുമെന്നോ? അതിനിത് കരപ്രമാണിയുടെ മോളുടെ കല്യാണമാമാകൊന്നുമല്ല, ഒരു പാവം വക്കീലിന്റെ പെങ്ങളുടെ കല്യാണ നിശ്ചയ. അങ്ങേയറ്റം വന്ന ഒരു 8-10 പേരുണ്ടാവും നമ്മുടെ ഭാഗത്തു നിന്ന്. അല്ലടി മോളെ? നിളേച്ചി, ശേഖരമാമനും പിന്നെ മുത്താരമ്മയും, ഇത്രയും പേരല്ലേ നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവൂ. പിന്നെ ചേട്ടന്റെ കൂടെ ഉള്ളവരെയൊക്കെ ക്ഷണിക്കുന്നുണ്ടോ? ഏയ്, നിശ്ചയത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരെയൊക്കെ കല്യാണത്തിന് ക്ഷണിച്ചാൽ മതിയല്ലോ. എന്താ അത് പോരെ? മതി ഏട്ടാ, ഇത് വലിയ ചടങ്ങാക്കൊന്നും വേണ്ട. അപ്പോ അങ്ങനെ തന്നെ പറഞ്ഞേ. ഈ ഞായറാഴ്ച അവർക്കൂടി സൗകര്യമാണെന്ന് അറിയണ്ടേ? നമുക്ക് സൗകര്യമുള്ള ഏത് ഡേറ്റും അവർക്ക് കൺവീനിയന്റ് ആണെന്നാണ് പണിക്കർ സാർ അന്ന് പറഞ്ഞത്. എന്നാലും ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് സാറിനൊന്ന് വിളിച്ച് ചോദിച്ചേക്കാം. ശരിയാ, ഗീതാന്റിക്ക് അന്ന് വല്ല ബ്രൈഡൽ വർക്കും നേരത്തെ ബുക്കിംഗ് ഉണ്ടെങ്കിലോ? വിളിച്ച് ചോദിച്ചിട്ട് തീരുമാനിച്ചാൽ മതിയേട്ടാ. അപ്പുവിന്റെ ഭാഗത്ത് നിന്ന് എത്ര പേരുണ്ടാവും അറിയണം. അതറിഞ്ഞിട്ട് വേണം ചടങ്ങ് എവിടെ വെച്ച് നടത്തണമെന്ന് തീരുമാനിക്കാൻ. അതിപ്പോ എത്ര പേരുണ്ടെങ്കിലും ജാതകം കൈമാറുന്നത് പെങ്കൊച്ചിന്റെ വീട്ടിൽ വെച്ചല്ലേ? അതൊക്കെയല്ലേ നാട്ടുനടപ്പ്. എന്റെ മുത്താരമ്മേ, നിങ്ങൾ വിചാരിക്കും പോലെ ഇവിടെ ഇപ്പൊ ജാതകം കൈമാറലൊന്നും ഉണ്ടാവില്ല. ഇവളുടെ അപ്പുവിന്റെയും കല്യാണം ഇത്ര കാലത്തിനുള്ളിൽ നടത്താമെന്ന് 2 കൂട്ടരും ചേർന്ന് ഒരു അഭിപ്രായത്തിലെത്തുന്നു. പിന്നെ അത് ഉറപ്പിക്കും പോലെ ഒരു മോതിരം മാറ്റവും, അത്രയ്ക്കേ ഉണ്ടാവും. എന്നാലും അതൊരു ചടങ്ങല്ലോ കുഞ്ഞ്. അത് ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെന്നേ. സദ്യയുടെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. ഏയ്, അതൊന്നും ശരിയാവില്ല. അന്ന് മുത്താരമ്മ ഞങ്ങളുടെ കൂട്ടത്തില് ആളായിട്ട് നിൽക്കേണ്ടതാ. അല്ലാതെ സദ്യ ഒരുക്കാനൊന്നും ഓടിപ്പാഞ്ഞ് നടക്കാനൊന്നും പറ്റില്ല. ആ, അത് ശരിയാ. സദ്യക്കുള്ള ഏർപ്പാടൊക്കെ ഞാൻ വേറെ ചെയ്തോളാം. ഓ, ഡേ പണിക്കർ സാറ്. ഹലോ സാർ. ആ നന്ദൻ,
ഞാൻ ഗീതയെ പോയിട്ട് ആലോചിച്ചു. ഞായറാഴ്ച മറ്റു തിരക്കുകളൊന്നുമില്ല. എങ്കിൽ പിന്നെ അത് അന്ന് തന്നെ ഫിക്സ് ചെയ്യാം അല്ല സാർ? അതെ അതെ, നമുക്ക് അന്ന് തന്നെ ഫിക്സ് ചെയ്യാം. അല്ല, ചടങ്ങ് എവിടെ വെച്ചാ നന്ദൻ പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല സാർ. സാറിന് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഓ, ആ കാര്യം പറയാനാ വിളിച്ചത്. നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ അറേഞ്ച് ചെയ്താൽ പോരെ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. നന്ദനറിയാലോ, മുരളിയും ഫാമിലിയും പിന്നെ ഡെയ്സി മോനും എല്ലാം കൂടി ഒരു 6-7 പേര്. ഇവിടുന്ന് ഏകദേശം അത്ര ആൾക്കാരെ ഉണ്ടാവും. അപ്പൊ സാറ് പറഞ്ഞതുപോലെ ഒരു ഹോട്ടലിലെ ഹാൾ അറേഞ്ച് ചെയ്യുന്നതാവും നല്ലത് അല്ലേ സാർ? പിന്നെ നന്ദന് വിരോധമില്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് ഞാൻ മീറ്റ് ചെയ്തോട്ടെ. അയ്യോ സോറി സാർ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. ആ, പിന്നെ ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. എന്താ സാർ? പറഞ്ഞോളൂ. എൻഗേജ്മെന്റിന് മുമ്പ് എനിക്ക് നന്ദന്റെ സിസ്റ്റർ എന്ന് കണ്ടാൽ കൊള്ളാതുണ്ട്. ഞാൻ മുൻപ് കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് ഗീതയും അപ്പവും പറയുന്നത്. പക്ഷെ നന്ദൻ അറിയാലോ, എൻ്റെ ഓർമ്മയിൽ നന്ദന്റെ സിസ്റ്ററിന്റെ മുഖമില്ല. ചടങ്ങിന് മുമ്പ് സിസ്റ്ററിനെയും കൂട്ടി ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ? നാളെ ഏതായാലും ഞാൻ അവളെയും കൂട്ടി ടൗണിലേക്ക് ഇറങ്ങുന്നുണ്ട് സാർ. കുറച്ച് പർച്ചേസ് ഉണ്ട്. എങ്കിൽ പിന്നെ ഞങ്ങൾ ആ വഴിക്ക് വീട്ടിലേക്ക് വരാം. ഓക്കെ, വെരി ഗുഡ്. ആ, പിന്നെ ഞാനിങ്ങനെ ഒരു റിക്വസ്റ്റ് നടത്തിയ കാര്യം അപ്പു അറിയണ്ട കേട്ടോ. അല്ല, അറിഞ്ഞാലിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് വേണ്ട. ശരി സാർ, ഞാൻ പറയുന്നില്ല. ശരി, എന്നാ പിന്നെ നമുക്ക് നാളെ കാണാം അല്ല നന്ദൻ? ഷോ സാർ, ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സാറിനെ വിളിക്കാം. ശരി, ഓക്കെ, സീ യു. എന്താ ഏട്ടാ അങ്കിൾ എന്തിനാ വിളിച്ചത്? ഡേറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഡേറ്റിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. എല്ലാം പക്ക പെർഫെക്റ്റ്. അപ്പം ഞായറാഴ്ച തന്നെ ആ ചടങ്ങ് അങ്ങ് ഉറപ്പിക്കാം. പിന്നെ നിന്റെ ഭാവി അമ്മായിപ്പന് ഒരു ആഗ്രഹം പറഞ്ഞു. എൻഗേജ്മെന്റിന് മുമ്പ് നിന്നെ അദ്ദേഹത്തിനൊന്ന് കാണണമെന്ന്. അയ്യോ അതെന്തിനാ? അങ്കിൾ എന്നെ നേരത്തെ കണ്ടിട്ടുള്ളതല്ലേ? പക്ഷെ അതൊന്നും പുള്ളിയുടെ ഓർമ്മയിൽ ഇല്ലല്ലോ ഇപ്പോ. മരുമോൾ എങ്ങനെയുണ്ടെന്ന് അറിയാനാവൂ. എന്തായാലും നാളെ പർച്ചേസ് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലാമെന്ന് ഞാൻ പണിക്കർ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ആഹാ, കോളടിച്ചല്ലോ. അമ്മായച്ചന്റെ വകയായിട്ട് എന്തെങ്കിലും സമ്മാനം തരാനായിരിക്കും. എന്ത് കോള്? ഞാനെങ്ങും പോകുന്നില്ല. അപ്പു, എന്താ സീരിയസ് ആയിട്ടൊരു ആലോചന? ഏയ് ഒന്നുമില്ല. BP നിന്നോട് വല്ലതും പറഞ്ഞോ? ഇല്ല. നമ്മൾ പറഞ്ഞതുപോലെ എൻഗേജ്മെന്റ് സൺഡേ തന്നെ ഫിക്സ് ചെയ്തു. എന്താ ഇത് കേട്ടിട്ട് നിന്റെ മുഖത്തൊരു തെളിച്ചയില്ലാത്തത്? സന്തോഷായില്ലേ നിനക്ക്? ഇതില് അത്രയ്ക്ക് അങ്ങോട്ട് എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമുണ്ടോ അമ്മേ? നേരത്തെ നിശ്ചയിച്ചു വെച്ചിരുന്ന ഡേറ്റ് ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. എന്നാ എക്സൈറ്റഡ് ആവുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നാളെ അതിനെയും കൂട്ടി നന്ദന ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തിന്? എന്താ അവർക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഒന്നുമില്ല, BPക്ക് ചടങ്ങിന് മുമ്പ് ആ കുട്ടിയെ ഒന്ന് കാണണമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ മഹാ അത്ഭുതങ്ങളുടെ കാലമാ. ഇപ്പൊ എല്ലാരും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് BPയാ. എന്താ അപ്പു, എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല അമ്മേ, ഒരു തലവേദന പോലെ. ഞാൻ നേരത്തെ കിടക്കട്ടെ. നീ ഒന്നും കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇന്നിനിയിപ്പോ ഒന്നും വേണ്ട, ഉറങ്ങാൻ നോക്കട്ടെ. എന്നാ നീ പോയി കിടന്നോ. അമ്മേ, നാളെ ഞാൻ ഡീസെന്റിയുടെ അടുത്തൊന്ന് പോവും. എന്തിനാ? ഡേസി നേരിട്ട് ക്ഷണിക്കാനാണോ? എന്നാ ഞാനും കൂടെ വരാം. അമ്മയും VPയും കൂടി പിന്നെ നേരിട്ട് പോയി വിളിച്ചാൽ മതി, ഞാനല്ലാതെ പോയിക്കോളാം.
ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. നീ പോയി കിടക്ക്. അയ്യോടി അമ്മച്ചിയെ, മോളിതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? എന്താ മോളെ ഇത്? മണവാളൻ ചെറുക്കന്റെ വീട്ടിൽ പോകുന്നത് ഈ കോലത്തിലാണോ? ഈ വേഷത്തിന് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. മോൾക്ക് നന്നായിട്ട് ചേരുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യമായിട്ട് പോവല്ലേ അവിടെ? ഞാൻ ആദ്യമായിട്ട് പോവാണെന്ന് മുത്താരമ്മയുടെ ആരാ പറഞ്ഞത്? ഞാൻ അവിടെ പോയിട്ടുമുണ്ട്, 2-3 ദിവസം അവിടെ തങ്ങിയിട്ടുമുണ്ട്. അതൊക്കെ പണ്ട്. ഇപ്പൊ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ടല്ലേ? അപ്പൊ അവിടെ പോകുമ്പോ ഒരു പട്ടുസാരിയൊക്കെ ഉടുത്തിട്ട് വേണം പോകാൻ. ഈ വേഷത്തിൽ എന്നെ കാണാൻ കൊള്ളില്ലേ? ഓ, ഈ കൊച്ചിനോട് എന്ത് പറഞ്ഞാലും തറുതലേ ഉള്ളൂ. എന്റെ കൊച്ചേ, എന്തോരം പട്ടുസാരി ഇരിപ്പുണ്ട് അലമാരയില്. അതിന്ന് നല്ലൊരെണ്ണം എടുത്തു കൊടുത്ത് ചമഞ്ഞൊരുങ്ങി വേണം പോവാൻ. ഓ, എനിക്കിനി സാരി മാറ്റി കൊടുക്കാനൊന്നും വയ്യ. നിനക്ക് വയ്യെങ്കിലേ മുത്താരം മുടിപ്പിച്ചു തരാം. അതൊന്നും വേണ്ടെന്നേ. ദേ കൊച്ചേ, നിന്റെ ഈ മൂശേട്ട സ്വഭാവം ഇവിടെ എന്നോടും നന്ദൻ സാറിനോടൊക്കെ പറ്റും. അവിടെ ചെല്ലുമ്പോഴേ പെണ്ണ് അടക്കോ ഉതുക്കോ ഉള്ളതാണെന്ന് തോന്നണെങ്കിലേ പറയുന്നത് മര്യാദയ്ക്ക് അനുസരിച്ചോളണം. ഒന്ന് കണ്ണെഴുതിയാൽ എന്താ നിനക്ക്? ഇത്രയും കിർമണി പൊട്ടേ നിനക്ക് കിട്ടിയുള്ളൂ. ഒരു വലിയ പൊട്ടിട്ടെ. ഒന്നും വേണ്ട മുത്താരമ്മേ, എന്നെ ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെട്ടാ മതി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ അനുസരിക്കില്ലല്ലോ. എന്താ ഇവിടെ രണ്ടുപേരും തമ്മിൽ അടിയാണോ? നോക്ക് നന്ദേട്ടാ, ഈ മുത്താരമ്മ എന്നെ വെറുതെ കോലം കെട്ടിക്കാൻ നോക്കുക. ഓ പിന്നെ, ഇതിപ്പോ നല്ല കോലത്തിലല്ലേ? എന്റെ നന്ദൻ സാറേ, ഈ കൊച്ചിനോടൊരു പട്ടുസാരി എടുത്തു കൊടുത്ത് ഒന്ന് മെനയ്ക്ക് ഒരുങ്ങി പോവാൻ പറ. ഇതൊരു മാതിരി കോളേജ് പിള്ളേരുടെ കൂട്ട്. മുത്താരം അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, മോൾക്ക് ഇഷ്ടമുള്ള പോലെ വന്നാ മതി. ഓ, അനിയത്തിയോടൊപ്പം ആണല്ലോ ആങ്ങളെ എപ്പോഴും. അയ്യോടി അമ്മച്ചിയെ, ഞാൻ പറഞ്ഞത് ഇങ്ങ് തിരിച്ചെടുത്ത്. എങ്ങനെയുണ്ട് നന്ദേട്ടാ, ഇത് പോരെ? പിന്നെ എന്റെ കുട്ടി അടിപൊളിയായിട്ടുണ്ട്. ഓ പിന്നെ പിന്നെ ഭയങ്കര അടിപൊളിയാ. എന്റെ നന്ദൻ സാറേ, ഈ കൊച്ചിനോട് നല്ലൊരു പട്ടുസാരി എടുത്ത് ഉടുക്കാൻ പറ. വേണ്ട മുത്താരമ്മേ, അങ്ങനെ അണിഞ്ഞൊരുങ്ങി പോകാൻ ഇത് നിശ്ചയമോ കല്യാണമൊന്നും അല്ലല്ലോ. ഇവളെ പണിക്കർ സാറിന് ജസ്റ്റ് ഒന്ന് കാണണം, അത്രയല്ലേ ഉള്ളൂ. പട്ടസാരിയും ചേലയൊക്കെ നിശ്ചയത്തിനോ കല്യാണത്തിനോ മതി. ആ മതിയെങ്കിൽ മതി. എന്നാ ഇനി താമസിക്കണ്ട മോളെ, പോകുന്ന വഴിക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. അതെ, നിങ്ങൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ? നിളക്കൊച്ചും ശേഖരൻ സാറും ഇപ്പം ഇങ്ങോട്ട് വരുന്നു പറഞ്ഞല്ലോ. ഞങ്ങൾ പോകുന്നതുകൊണ്ട് അവരുടെ വരവ് മാറ്റി. മിക്കവാറും നാളെ ഉണ്ടാവും. അതെന്ത് പരിപാടിയായിപ്പോയി? എന്നാ പിന്നെ നിളക്കൊച്ചിനെ കൂടെ കൊണ്ടുപോയിക്കൂടായിരുന്നോ? ഞാൻ പറഞ്ഞതാ മുത്താരമ്മേ. അപ്പൊ നിളച്ചേച്ചി തന്നെ പറഞ്ഞത് 3 പേരും കൂടി ഒരു വഴിക്ക് ഇറങ്ങണ്ടാന്ന്. ആ, അതൊരു കാര്യം ശരിയാ. ഞാനതങ്ങ് ഓർത്തില്ല. എന്നാ പിന്നെ അങ്ങനെ പോവാതിരിക്കുന്നതാ നല്ലത്. ദേ കൊച്ചേ, സാരി ഉടുക്കുന്നില്ലെങ്കിൽ വേണ്ട. ആ കണ്ണൊന്ന് വൃത്തിയായിട്ട് എഴുതിക്കേ, എന്നിട്ട് നല്ലൊരു പൊട്ടു തൊട്. അതും ഇനി വേണ്ടാന്ന് പറയോ? എന്നാ പിന്നെ കണ്ണുവിടാതിരിക്കാനേ കവളത്തൊരു പുള്ളിയും കൂടി തൊടാ. എന്നാലേ മുത്താരമ്മയ്ക്ക് തൃപ്തിയാവൂ. നീ കളിയാക്കൊന്നും വേണ്ട. നന്നായി ഒരുങ്ങിപ്പോയാലേ നിന്നെ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കി നിന്നു പോവും. ഇല്ലേ നന്ദൻ സാറേ? അതെ, രണ്ടുപേരുടെയും തർക്കം കഴിഞ്ഞെങ്കിൽ ഒന്ന് വേഗം വരാൻ നോക്ക്. മുത്താരമ്മേ, ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആവും. ഊണിന് കാക്കണ്ട. മുത്താരമ്മ സമയത്തിന് വല്ലതും കഴിച്ചോണം. ഓ, അതൊക്കെ ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്തോളാം. നിങ്ങൾ സമാധാനത്തോടെ പോയിട്ട് വാ. ചെല്ലി പോയിട്ട് വാ. നിക്ക്. ഞാനേ ഒന്ന് ഒഴിഞ്ഞിടാം, എന്നിട്ട് ഇറങ്ങിയാ മതി. ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ ഒന്ന് വേഗം ആവണം. ദാ വരുന്നു സാറേ, ഒറ്റ മിനിറ്റ്. മോളെ നിക്കണേ. പാവം, നമ്മളെ യാത്രയാക്കാൻ അമ്മയുടെ സ്ഥാനത്ത് ഇവരുള്ളത് എത്ര നന്നായി അല്ല മോളെ? എല്ലാം കഴിഞ്ഞിട്ട് നീ വേഗം വാ, ഞാൻ കാറിലുണ്ടാവും.
പോയിട്ട് വരാം മുത്തരമേ. ശരി, പോയിട്ട് വാ മോളെ. ടാറ്റാ. ടാറ്റാ. കാർ അത് തന്നെയല്ലടാ? അതെ, നമ്പർ അത് തന്നെയാ. നീ മുതലാളി വിളിക്കേ. എന്താടാ ചെറി, വല്ല ഇൻഫർമേഷനും ഉണ്ടോ? വക്കീൽ ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് മുതലാളി. വണ്ടി അത് തന്നെയാണല്ലോ അല്ലേ? ഉറപ്പാണല്ലോ? അതെ മുതലാളി, ഞങ്ങൾ നമ്പർ നോക്കിയിട്ടാണ് വിളിക്കുന്നത്. ശരി, നിങ്ങൾ ആ വണ്ടിയെ ഫോളോ ചെയ്തോ. റൂട്ട് ഏതാണെന്ന് എന്നെ അറിയിക്കണം. ശരി മുതലാളി. വണ്ടി എടുക്ക്. എൻ്റെ മാതാവേ, വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടത്തിയേക്കണേ. എന്നെ അധികമായിട്ട് മെനക്കെടുത്തേക്കല്ലേ.